അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുളക് വറുത്തരച്ച നല്ല നാടൻ മീൻകറിയാണ്. ഈ മീൻകറി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. നല്ല ചെമ്പാവരി ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു കറിയാണിത്. അപ്പൊ നമുക്ക് ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു അയല മീന് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തില് പുളി എടുത്തിട്ടുണ്ട്. ഇത് പിഴുപുളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാനായിട്ട് വെക്കും. നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഈ പുളി നമുക്ക് പിഴിഞ്ഞ് എടുക്കാൻ സാധിക്കും. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇതാകുമ്പോൾ അധികം എരിവുണ്ടാവത്തില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ എരിവിന്റെ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്താൽ മതി. അപ്പൊ ഞാനിവിടെ ഒരു മീനല്ലേ എടുത്തിട്ടുള്ളൂ, അപ്പൊ ഇത്രയും മതിയാകും. പിന്നെ ഇതിലേക്ക് ഞാൻ ഇവിടെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ വേണ്ട, അതിലും താഴെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി. നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഒന്ന് ചൂടാക്കിയിട്ട് ഒരു 3 ചുവന്നുള്ളിയും കൂടി ചേർത്തിട്ട് ഇത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു 10 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 10-12 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഇട്ടാൽ മാത്രമേ ഈ കറി നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കത്തുള്ളൂ. ആദ്യം ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് വരാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചെടുക്കാം. നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്നതിൽ നിന്നൊരു 3 ചുവന്നുള്ളി മാറ്റാം കേട്ടോ. ആദ്യം നമ്മൾ ഈ പൊടികൾ വറുത്തിട്ട് അരയ്ക്കുന്ന സമയം അതിന്റെ കൂടെ ഇട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 മാറ്റിയിട്ടുള്ളൂ. ഒരുപാട് ഇതങ്ങ് ചതയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. നമ്മൾ ശരിക്കും ഈ ചതച്ചിട്ട് ഉണ്ടാക്കുമ്പം അതിന്റെ ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങിയിട്ട് നല്ല ഒരു ഇതാണ്. നമ്മൾ ഈ അരിഞ്ഞിട്ട് എടുക്കുന്നതിനേക്കാളും വളരെ നല്ലത് ഇതുപോലെ ചതച്ചിട്ട് എടുക്കുന്നതാണ്. കണ്ടോ, ഇതിവിടെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് പൊടികൾ വറുത്തെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പോഴേക്കും നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. പൊടികളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ മാതിരി ഫ്ലെയിം നന്നായി കുറച്ചിട്ട് അടുത്ത് നിന്ന് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ ഒരുപാട് ടൈപ്പിൽ മീൻ മുളകിട്ടത് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ സലു കിച്ചൻ മീൻ കറി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിങ്ങൾക്കത് കിട്ടും. ഇതിവിടെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് തണുത്തിട്ട് ഈ എടുത്തു വെച്ചിരിക്കുന്ന 3 ചുവന്നുള്ളിയും കൂട്ടി ഇതൊന്ന് അരച്ചെടുക്കും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. കണ്ടോ, കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് പൊടി ഇടുന്നതിൽ നിന്നും നമ്മൾ ഇതുപോലെ അരച്ചെടുക്കുന്നതാണ് നല്ലത്. അരച്ചെടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു തിക്നെസ് ഉണ്ടാവും. അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് കറിയാക്കുന്നത് നോക്കാം. അപ്പൊ നമ്മുടെ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു മീൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇതിപ്പോ ഒരു മീനല്ലേ ഉള്ളൂ. അപ്പം എനിക്ക് മാത്രമുള്ള മീൻകറിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഇത് തന്നെ ഒരു 2-3 നേരം കൂട്ടാനായിട്ട് വരും. കാരണം ഇവരാരും മീന് അധികം എടുക്കത്തില്ല. അപ്പൊ ഈ മീൻ ചട്ടി ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും നമ്മുടെ നാടൻ കറികൾക്ക് നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഇവിടെ ചൂടായി വരുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയിട്ട് പൊട്ടിച്ചു കൊടുക്കണം. ഉലുവ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഈ ഉലുവ പൊട്ടുമ്പോൾ തന്നെ നല്ല ഒരു മണമാണ്. അപ്പൊ നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതോടൊപ്പം തന്നെ ഞാനിവിടെ 1 പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട്. എനിക്ക് കരിവേപ്പില വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കും. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കരിവേപ്പില ചേർത്താൽ മതി. ഈ കരിവേപ്പിലയും ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർന്നിട്ട് നല്ല ഒരു മണമാണ് കേട്ടോ. ഇപ്പം ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ നമ്മൾ അടുത്ത് തന്നെ നിൽക്കണം.
അല്ലാതെ നമ്മൾ ഇത് ഇട്ടേച്ച് എങ്ങോട്ടേക്ക് മാറരുത്. അങ്ങനെ വരുമ്പോഴാണ് കരിഞ്ഞു പോകുന്നത്. നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ കണ്ടില്ലേ, അവരൊക്കെ പെട്ടെന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് അടുത്ത് നിന്ന് കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഫ്ലെയിമൊക്കെ എത്ര കൂട്ടിയാലും അതിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പം അവരുടേത് മാതിരി എല്ലായിടത്തും ഇങ്ങനെ ഈ ചട്ടിക്കകത്തൊന്നും ഫ്ലെയിം നമുക്ക് കയറ്റാനൊന്നും പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള പരിമിതികളൊക്കെ ഉണ്ട് നമ്മളുടെ വീട്ടിലെ കുക്കിങ്ങിന്. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാല കൂട്ടിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കൂട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇതൊന്ന് ഇളക്കി കൊടുത്തേക്കണം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഈ മിക്സിയുടെ ജാറിൽ ഒരു 1/4 കപ്പ് വെള്ളം എടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയം നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഈ പുളി എടുത്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് അരിച്ചിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൊത്തൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വീഴാതിരിക്കാനാണ് ഇതുപോലെ അരിച്ച് ഒഴിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരുപാട് കറിയായിട്ട് വേണം എന്നുള്ളവർ കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എനിക്ക് ഇത്രയും മതി. അപ്പം ഞാൻ ഇത്രയും വെള്ളം മാത്രമേ ഇതിലേക്ക് ഒഴിക്കുന്നുള്ളൂ. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഇത് ഞാൻ ഇനി ഒന്ന് മൂടി വെക്കാണ്. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇപ്പം കറി ഇവിടെ കണ്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അടപ്പ് മാറ്റിയിട്ട് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5-6 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ശരിക്കും 6 മിനിറ്റ് കൊണ്ട് തന്നെ ഫിഷ് വെന്ത് കിട്ടും. ഈ ഫ്രൂട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണിത്, സ്റ്റാർ ഫ്രൂട്ട്. ഇത് നമ്മൾക്കൊക്കെ ഇവിടെ വേണമെങ്കിൽ വാങ്ങണം. ഇപ്പൊ ചിലരുടെ വീടുകളിൽ തന്നെ ഇത് ഉണ്ടാവും അല്ലേ? കണ്ടോ, സ്റ്റാർ പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിന് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പേരിട്ടിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ്, നല്ല മധുരം. ചിലത് പുളിയുള്ളതുകൊണ്ട്, പക്ഷെ ഇതിപ്പോ ഞാൻ വാങ്ങിയത് നല്ല മധുരമുള്ളതാണ്. ഇത് നമ്മൾ ഇടയ്ക്ക് ഇതിന്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. വീണ്ടും അടച്ചു വെക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന മുളകരച്ച മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നല്ല ചൂട് ചെമ്പാവരി ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു കറിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. അതോടൊപ്പം തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.